ആഹാ, എന്താ നിർത്തിക്കളഞ്ഞ്? ഗംഭീരമാവുന്നുണ്ടായിരുന്നു. ഏയ്, ഞാൻ വെറുതെ ഒരു നേരം പോക്കിന്. ഈയിടെയായി ഒരു ഉന്മേഷക്കുറവ് ഞാൻ കാണുന്നുണ്ട്. അമ്മയില്ലാത്ത വിഷമം അറിയിക്കാതെയാണ് ഞാൻ നിന്നെ വളർത്തിയത്. അച്ഛാ, അതിനച്ഛൻ എന്തെങ്കിലും കുറവ് എനിക്ക് വരുത്തിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് പറയണത്, നിന്റെ മനസ്സൊന്ന് വാടിയാ ഈ അച്ഛന് സഹിക്കില്ല. പക്ഷേ അച്ഛനെ ഓർത്തിട്ടാ എനിക്ക് വിഷമം. എന്നെ ഓർത്തോ? അത് കൊള്ളാം. കൊടും തപസ്സിലൂടെ സഞ്ജീവിനി മന്ത്രം വശത്താക്കിയ അസുരഗുരുവായ ശുക്രാചാര്യനെ ഓർത്ത് സ്വന്തം മകൾ ദേവയാനി വിഷമിക്കുന്നു. ഇല്ലച്ചാ, അങ്ങയുടെ മനസ്സിന്റെ നീറ്റൽ എനിക്കറിയാം. വർഷങ്ങളോളം തപസ് ചെയ്ത് നേടിയെടുത്ത സഞ്ജീവനി മന്ത്രം എത്ര ലാഘവത്തോടെയാണ് ആ കജൻ അപഹരിച്ചത്. ലോകത്തിന് ഇന്നും അജ്ഞാതമായ ആ വിദ്യ ദേവമാക്കിപ്പോൾ സ്വന്തമായി. മോളെ, തോൽവിയുടെ ദുഃഖം എന്റെ മനസ്സിനെ തകർക്കുന്നുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി കഠിന തപസ് അനുഷ്ഠിക്കണം. ലോകത്ത് ഇതുവരെ ആരും കേൾക്കാത്തതും കാണാത്തതുമായ എന്തെങ്കിലും പുതിയ വിദ്യകൾ നേടിയെടുക്കണം. അച്ഛാ, അച്ഛന്റെ തോൽവിക്ക് ഞാനാണല്ലോ കാരണക്കാരി എന്ന് ഓർക്കുമ്പോ കഴിഞ്ഞതൊന്നും ഓർത്ത് നീ ദുഃഖിക്കരുത്. കജനന്റെ ശിഷ്യനായി നിന്ന് സഞ്ജീവിനി മന്ത്രം മോഷ്ടിച്ച് ദേവന്മാർക്ക് നൽകി. നിന്റെ സ്നേഹം കണ്ടില്ലെന്നും നടിച്ചു. പോരാത്തതിന് ഒരു മുനികുമാരനും നിന്നെ കല്യാണം കഴിക്കാതിരിക്കട്ടെ എന്നൊരു ശാപവും. സഞ്ജീവനി പോയെങ്കിൽ പോട്ടെ അച്ഛാ. അച്ഛൻ വീണ്ടും തപസ് ചെയ്യണം. പുതിയ വരം നേടി നിഷ്ഠൂരനും ചതീനുമായ കജനെ എന്റെ മുമ്പിൽ വരുത്തണം. ഞാൻ സഞ്ജീവിനി നേടിയപ്പോ 3 ലോകവും എന്റെ പേര് കേട്ട് ഞെട്ടിവിറയ്ക്കുമായിരുന്നു. ഇന്ന് ശുക്രാചാര്യൻ ലോകത്തിലെ 1000 സന്യാസിമാരിൽ ഒരാൾ മാത്രം. ഇത്തവണ അച്ഛൻ തപസ് ചെയ്യുമ്പോ ഞാൻ കൂടെ നിന്ന് അച്ഛനെ ശുശ്രൂഷിക്കാം. എന്റെ കഴിഞ്ഞ തപസ് കാലത്ത് നീ വെറും ഒരു കുട്ടിയായിരുന്നു. ഇപ്പോൾ വിവാഹപ്രായമായി. തപസ് ഫലിക്കാൻ ഇനി എത്ര വർഷം വേണ്ടി വരുമെന്ന് ആർക്കറിയാം? പക്ഷേ അച്ഛൻ, ഞാൻ ദേവയാനി, നിനക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാനാണ് നിനക്ക് അച്ഛനും അമ്മയും. നീ ഇന്നിപ്പോ വളർന്നു വലുതായി. എന്റെ കൈവശം സഞ്ജീവനി ഉണ്ടായിരുന്നപ്പോ നിനക്കൊരു പുരുഷനെ കണ്ടെത്താൻ എനിക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. പക്ഷെ മോളെ, തപസ്സികളുടെ രാജാവായ നിന്റെ അച്ഛൻ ഒരു ദരിദ്ര ഭിക്ഷുവായി തീർന്നു. എന്റെ മകളെ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കേണ്ട ഗതികളിലാണ് ഞാനിപ്പോ. അല്ലച്ചാ, നാളെ വസന്തോത്സവം തുടങ്ങില്ലേ? കൊട്ടാരത്തിൽ ഇപ്പോ ഉത്സവത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കാണും. ഞാൻ നേരെ കൊട്ടാരത്തിലേക്കാ. മഹാരാജാവ് എന്റെ വരവും കാത്തിരിക്കുന്നുണ്ടാവും. അല്ല, ഇന്ന് രാജകുമാരിയെ കണ്ടില്ലല്ലോ. ശർമ്മിഷ്ഠ വനവിഹാരത്തിന് വരാതിരിക്കില്ല. അവൾ രാജകുമാരിയാണെങ്കിലും ഞങ്ങൾ സഖിമാരല്ലേ? നല്ലത് വരട്ടെ. ഞാൻ കൊട്ടാരത്തിലേക്ക് പോകുന്നു. കാടുപൂത്തേ കനവ് പൂത്തേ കാടുപൂത്തേ കനവ് പൂത്തേ കാനന പൂഞ്ചോല പൂത്തേ
ദേവയാനി, നാളെ വസന്തോത്സവം ആരംഭിക്കല്ലേ? എല്ലാത്തിനും നീ എന്റെ കൂടെ വേണം. അല്ല, നിനക്കിന്ന് കൊട്ടാരത്തിൽ താമസിച്ചുകൂടെ? ഇന്ന് വരണില്ല, ഞാൻ രാവിലെ വന്നോളാം. ഉത്സവത്തിനൊടുക്കാൻ എത്ര നല്ല വസ്ത്രങ്ങളാണെന്നോ എന്റെ അമ്മ വാങ്ങി വെച്ചിരിക്കുന്നേ. അതിലൊരെണ്ണം ഞാൻ നിനക്ക് തരാം. ഇത്രയും കാലായിട്ട് നീ സന്യാസിയുടെ വേഷല്ലേ ധരിക്കണേ? അതിൽ നാണിക്കാനൊന്നുമില്ല. ഒരു സന്യാസിനിക്ക് ചേരുന്ന വസ്ത്രമാണ് ഞാൻ ധരിക്കാറ്. പിന്നെ പുതിയതൊന്ന് ഖജൻ പോകുന്നതിന് മുമ്പ് എനിക്ക് തന്നിരുന്നു. ഖജനോ? അദ്ദേഹം നിന്നെ ശപിച്ചിട്ട് പോയതല്ലേ? ആയിരിക്കാം, പക്ഷേ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ശരിയാ, ഒരു സഹോദരിയായിട്ടായിരുന്നു മാത്രം. നിന്റെ പ്രേമമൊന്നും അദ്ദേഹത്തിന്റെ അടുക്കൽ ഏറ്റില്ല അല്ലേ? കേൾക്കാൻ മനോഹരമായ കഥ. സഞ്ജീവനി മന്ത്രം കൈവശമാക്കാൻ ആഗ്രഹിച്ച് അസുരരാജ്യത്ത് പ്രവേശിച്ച ഖജനെ രാക്ഷസന്മാരെല്ലാം ചേർന്ന് കൊന്ന് ദഹിപ്പിച്ച് ഭസ്മമാക്കി അസുരഗുരുവായ ശുക്രാചാര്യനെ മദ്യത്തിൽ കലർത്തി കുടിപ്പിക്കുന്നു. അങ്ങനെ ശുക്രാചാര്യന്റെ ശരീരത്തിൽ പ്രവേശിച്ച ഖജൻ സഞ്ജീവനി മന്ത്രം കൈവശമാക്കുന്നു. സഞ്ജീവനി കൊടുത്തിട്ടായാലും വേണ്ടില്ല, ഖജനെ ജീവിപ്പിക്കണമെന്നുള്ള സ്വന്തം മകളുടെ ആഗ്രഹം ആ പാവം അച്ഛന് അനുസരിക്കേണ്ടി വന്നു. കേൾക്കാൻ എന്ത് രസം! ഒരേ അച്ഛനിൽ നിന്നും ജനിച്ചു എന്ന കാരണത്താലാണ് ഖജൻ എന്നെ സഹോദരിയായി കണ്ടതും എന്റെ പ്രേമം നിരസിച്ചതും. പക്ഷെ ഇത് നോക്ക്, ഈ വസ്ത്രം ഖജൻ എനിക്ക് തന്നത് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? ഖജൻ എന്നെ സ്നേഹിച്ചിരുന്നു. അങ്ങനെ നോക്കിയാൽ ഈ വസ്ത്രം എനിക്കാണ് ചേരുന്നത്. ഞാൻ നിനക്ക് വേറൊന്ന് തരാം. എനിക്കാരുടെയും ഭിക്ഷ വേണ്ട. അതിങ്ങത്താ, നിനക്ക് തുടുക്കാനുള്ള യോഗ്യതയില്ല. മഹാരാജാവ് വൃഷപർവിന്റെ മകളായ ശർമ്മിഷ്ഠയ്ക്കില്ലാത്ത എന്ത് യോഗ്യതയാണ് എന്റെ അച്ഛന്റെ ദയയിൽ കഴിയുന്ന ഒരു യാചകന്റെ മകൾക്ക്? യാചകനോ? അസുരഗുരുവായ ശുക്രാചാര്യനെ, എന്റെ അച്ഛനെ യാചകനെന്നോ? അതേടി, എന്റെ പിതാവിന്റെ വെറും ആശ്രിതരാണ് നീയും നിന്റെ അച്ഛനും. നിന്റെ അച്ഛനെ ഗുരുദേവനെന്ന് സംബോധന ചെയ്യുന്നത് എന്റെ അച്ഛന്റെ മനസ്സിന്റെ വലിപ്പമാണെന്ന് കരുതിക്കോ. രാജസദസ്സിൽ എന്റെ പിതാവ് സിംഹാസനത്തിലിരിക്കുമ്പോൾ നിന്റെ അച്ഛൻ വെറും മാൻതോലിലാണിരിക്കുന്നത്. ശർമ്മിഷ്ഠേ, രാജാവിന്റെ മകളാണെന്നുള്ള അഹങ്കാരമാണ് നിനക്ക്. നിന്നോട് ഇനി സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എന്റെ വസ്ത്രം എങ്ങത്താ. ഞാൻ ഇത് തിരിച്ചു തരുന്നില്ല. നീ എന്തു ചെയ്യും? അയ്യോ ദേവയാനി, ആരെങ്കിലും ഓടി വരണേ. ദേവയാനി പൊട്ടക്കിണറ്റിൽ വീണു. ദേവയാനി, ദേവയാനി, ആരെങ്കിലും ഓടി വായോ. അച്ഛാ! അയ്യോ, രക്ഷിക്കണേ! അയ്യോ, ആ നശിച്ചവൾ എന്നെ തള്ളിക്കിരട്ടിലിട്ട്. ആരെങ്കിലും രക്ഷിക്കണേ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ചാവും. ആരെങ്കിലും രക്ഷിക്കണേ! ദേവയാനി കിണറ്റിൽ വീണേ. ശുക്രാചാര്യന്റെ മകൾ കിണറ്റിൽ വീണേ. രക്ഷിക്കണേ! ആരെങ്കിലും എന്നെ രക്ഷിക്കണേ! ആരാ കിണറ്റിനകത്ത്? കേൾക്കുന്നുണ്ടോ? അകത്ത് ആരാണ്? ആരാണ് ചോദിക്കുന്നത്? യയാതി. ഹസ്തിനപുരിയിലെ മഹാരാജാവോ? അതെ, ഹസ്തിനപുരിയിലെ രാജാവ് തന്നെ. നായാട്ടിനു വേണ്ടി ഈ കാട്ടിൽ കയറിയതാ. അതുപോട്ടെ, നിങ്ങൾ ആരാണ്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആദ്യം എന്നെ ഒന്ന് കരയ്ക്ക് കയറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ ഈ തണുപ്പത്ത് വല്ല പാമ്പുകളെയും ഏറ്റു മരിക്കും.
നിൽക്ക്, കാട്ടുവള്ളികൾ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ. എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ അപ്സരസിന്റെ പേരെന്താണാവോ? ഞാൻ അപ്സരസൊന്നുമല്ല, ശുക്രാചാര്യന്റെ മകൾ ദേവയാനിയാണ്. ശുക്രാചാര്യന്റെ മകളോ? അസുരഗുരുവായ ശുക്രാചാര്യന്റെ? അതെ. ദാ, ഞാൻ ജീവൻ രക്ഷിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത്? എന്നെ അങ്ങനെ അങ്ങ് പറഞ്ഞു വിടാൻ പറ്റില്ല. അങ്ങനെ പാണിഗ്രഹണം ചെയ്ത സ്ഥിതിക്ക്. പാണിഗ്രഹണമോ? അതെങ്ങനെ സാധിക്കും? നീയൊരു ബ്രാഹ്മണ കന്യകയാണ്, ഞാനൊരു ക്ഷത്രിയനും. അങ്ങനെയൊരു വിവാഹം? അങ്ങനെയുള്ള വിവാഹങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഞാൻ അങ്ങയുടെ റാണിയാകണമെന്നാണ് വിധി. അല്ലെങ്കിൽ അങ്ങ് എന്തിനീ കാട്ടിൽ വരണം? അതും വെള്ളമന്വേഷിച്ച് കിണറിനടുത്ത് വരണം. എങ്കിലും സുന്ദരി, അങ്ങന്റെ കരങ്ങൾ സ്പർശിച്ചു കഴിഞ്ഞു. അങ്ങനെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യേണ്ടി വരും. ദേവയാനി, നിന്റെ പിതാവ് 3 ലോകത്തിലും വെച്ച് മഹാനായ ഋഷിയാണ്. അദ്ദേഹത്തിന് ഇത് ഇഷ്ടമായില്ലെങ്കിലോ? അച്ഛനെ കുറിച്ച് അങ്ങയ്ക്ക് വേവലാതിയൊന്നും വേണ്ട. എന്റെ ആഗ്രഹങ്ങൾക്കെതിരായി അച്ഛനൊന്നും പ്രവർത്തിക്കില്ല. മോളെ ദേവയാനി, നിനക്കെന്തെങ്കിലും പറ്റിയോ? ഇല്ലച്ചാ, തക്ക സമയത്ത് ഇദ്ദേഹം വന്നെന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അച്ഛന് ഒരുപാട് ദുഃഖിക്കേണ്ടി വന്നേനെ. ഞാൻ ഹസ്തിനപുരിയിലെ രാജാവായ യയാതിയാണ്. ഭാഗ്യവശാൽ എന്റെ നായാട്ട് ഈ വഴിക്കായതിനാൽ അങ്ങേക്കൊരു ഉപകാരം ചെയ്യാൻ എനിക്ക് സാധിച്ചു. അച്ഛാ, ഇനി മുതൽ ഞാൻ അച്ഛന്റെ ദൈവമല്ല. യയാതി മഹാരാജാവ് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് ഞാൻ... ചിലപ്പോഴൊക്കെ ഭാഗ്യം വരുന്നത് ആപത്തിന്റെ രൂപത്തിലാണ്. എന്റെ മകളുടെ വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്താലും നഗരം മുഴുവൻ അലങ്കരിക്കണം. അസുരന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഹ്ലാദത്തിന്റെ ദിവസമാണിന്ന്. ഈ വിവാഹം കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീണ്ടും തപസ്സിന് പോകാൻ. മോളെ ദേവയാനി, ശർമ്മിഷ്ഠ നിന്നോട് ചെയ്തതെല്ലാം ദയവ് ചെയ്ത് നീ മറക്കണം. പഴയ പോലെ നിങ്ങൾ കൂട്ടുകാരായിരിക്കണം. അങ്ങയുടെ മകൾ എന്നെ കിണറ്റി തള്ളിയിട്ടത് ഞാൻ സഹിക്കും. പക്ഷേ എന്റെ അച്ഛനെ പറ്റി അവൾ പറഞ്ഞ അനാവശ്യങ്ങൾ എനിക്ക് മറക്കാൻ പറ്റില്ല. ശർമ്മിഷ്ഠ എന്നെ കുറിച്ച് എന്താ പറഞ്ഞ്? അതെല്ലാം ഞാൻ എങ്ങനെ പറയും? ശുക്രാചാര്യൻ അവരുടെ രാജസദസ്സിലെ സ്തുതിപാഠകനും യാചകനുമാണെന്ന് അവൾ പറഞ്ഞു. ഗുരുകന്യകെ, ശർമ്മിഷ്ഠയും നിന്നെപ്പോലെ ചെറുപ്പമാണ്. നിസ്സാരം ഒരു വസ്ത്രത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ തമ്മിലുണ്ടായ വഴക്കിനെപ്പറ്റി അവൾ എന്നോട് പറഞ്ഞു. എന്തു ചെയ്യാം, ചെറുപ്പക്കാർക്ക് വീണ്ടും വിചാരമില്ല. നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അവൾ എന്നെ കിണറ്റി തള്ളിയിട്ടതോ? അതിന് കുറ്റമൊന്നുമില്ലേ? എന്നാര് പറഞ്ഞു? പക്ഷേ കോപം അതെല്ലാത്തിനെയും ഇരുട്ടില്ല. ശർമ്മിഷ്ഠയുടെ തെറ്റിന് ഞാൻ കൈകൂപ്പി മാപ്പപേക്ഷി. മാപ്പപേക്ഷിക്കേണ്ടത് എന്റെ അച്ഛനെ പോലെയുള്ള യാചകരാണ്, അങ്ങയെപ്പോലുള്ള മഹാരാജാക്കന്മാരല്ല. എന്നെയും എന്റെ അച്ഛനെയും അപമാനിച്ചവരുടെ നഗരത്തിൽ ഞാൻ ഇനി കാലുകുത്തില്ല. ഞാനും അങ്ങനെ തന്നെ. തപസ് ചെയ്യുന്നവന് ഹിമാലയത്തിൽ 1000 ഗുഹകളുണ്ട്. എനിക്കിനി നിങ്ങളുടെ രാജ്യം ആവശ്യമില്ല. അസുരന്മാരായ നിങ്ങൾ ഇത്രയും കാലം ജയിച്ചത് എന്റെ ബലത്തിലായിരുന്നു എന്ന കാര്യം മറന്നുകളഞ്ഞു. ഇപ്പോഴോ എന്നെ അപമാനിക്കുകയും എന്റെ മകളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഗുരുദേവ, ദേവയാനിക്ക് ഒരുപക്ഷെ എന്തോ തെറ്റിദ്ധാരണ വന്നതായിരിക്കാം. അങ്ങേക്കെങ്കിലും ഒന്ന് ക്ഷമിച്ചുകൂടെ? വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ന്യായങ്ങൾ നിർണയിക്കാൻ എനിക്ക് സമയമില്ല. ശർമ്മിഷ്ഠ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. ഗുരുദേവന് എന്ത് ശിക്ഷ വേണമെങ്കിലും അവൾക്ക് കൊടുക്കാം. എങ്കിലും അങ്ങ് ഞങ്ങളെ കൈയൊഴിയരുത്. അവൾ എന്റെ മകളോടാണ് തെറ്റ് ചെയ്തത്. അവൾ കൊടുക്കുന്ന ശിക്ഷ അനുഭവിക്കാൻ ശർമ്മിഷ്ഠ തയ്യാറാണെങ്കിൽ മാത്രമേ ഞാനിനി നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക് വരുന്നുള്ളൂ. ഗുരുകന്യകെ, എന്തു ശിക്ഷയാണ് നീ എന്റെ മകൾക്ക് കൊടുക്കാൻ പോകുന്നത്? എന്റെ ശിക്ഷ അവൾ പാലിക്കുമെന്ന് വാക്ക് തരുമോ? എന്തായാലും നിങ്ങൾ നല്ല കൂട്ടുകാരികളാണ്. കുട്ടിക്കാലം മുതൽ രണ്ടുപേരും ഒരുമിച്ച് കളിച്ചു വളർന്നു വരും. അതുകൊണ്ട് അതിഭയങ്കരമായി നീ അവളെ ശിക്ഷിക്കില്ല എന്നെനിക്കറിയാം.
എന്റെ ഗുരുദേവനാണ് സത്യം. നീ എന്ത് ശിക്ഷ വിധിച്ചാലും ശർമ്മിഷ്ഠ അത് പാലിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ശർമ്മിഷ്ഠ എന്റെ ദാസിയായി കഴിയണം. എന്ത്? ദാസിയോ? അതെ, ശർമ്മിഷ്ഠ എന്റെ ദാസിയാകണം. ഹസ്തിനപുരിയിലെ യയാതി മഹാരാജാവിന്റെ റാണിയായ ദേവയാനിയുടെ ദാസി. ജീവിതകാലം മുഴുവൻ ദാസിയായി എന്നെ ശുശ്രൂഷിക്കാൻ അവൾ ഇപ്പോൾ തന്നെ എന്നോടൊപ്പം പുറപ്പെടട്ടെ. മോളെ ശർമ്മിഷ്ഠേ, ഒരു ദാസിയുടെ രൂപത്തിൽ നിന്നെ കാണാൻ എനിക്ക് വയ്യ. ഇതിലും ഭേദം എന്റെ 2 കണ്ണുകളും കുത്തി പൊട്ടിക്കുന്നതായിരുന്നു. ദേവയാനിയുടെ കുത്തുവാക്കുകൾ ഒഴിച്ചാൽ എനിക്കിവിടെ ഒരു കുറവുമില്ല അച്ഛാ. യയാതി മഹാരാജാവും അദ്ദേഹത്തിന്റെ അമ്മയും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. എന്നാലും മോളെ, ഞാനന്ന് ദേവയാനിയുടെ വ്യവസ്ഥകൾ സമ്മതിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ വെറുമൊരു അച്ഛൻ മാത്രമല്ലല്ലോ, സഞ്ജീവിനി നഷ്ടപ്പെട്ട ഈ അസുരകുലത്തിന്റെ രാജാവ് കൂടിയല്ലേ. എന്ത് ചെയ്യാം, ശുക്രാചാര്യനെ ഗുരുവായി നിലനിർത്തേണ്ടത് അത്യാവശ്യമായി പോയി. എല്ലാം എന്റെ തെറ്റാണ്. ഞാൻ എന്തിനാ ദേവയാനിയെ അത്രമാത്രം അപമാനിച്ചതെന്നറിയില്ല. ആ സമയത്ത് മനസ്സും നാവും എന്റെ നിയന്ത്രണത്തിലല്ലായിരുന്നു. ചെറുപ്പം മുതലേ കൂട്ടുകാരായിരുന്നു നിങ്ങൾ. ഒരു നിസ്സാര വസ്ത്രത്തിന്റെ പേരിൽ ഇത്രയ്ക്ക് ശത്രുക്കളായതിനെ ഓർത്താണ് എനിക്ക് വിഷമം. കുട്ടിക്കാലം മുതലേ എന്നെ അപമാനിക്കാൻ കിട്ടുന്ന ഒരവസരവും ദേവയാനി പാഴാക്കാറില്ല. അവൾ എന്നെപ്പോലെ ഒരു രാജകുമാരിയായി ജനിക്കാത്തത് എന്റെ കുറ്റം കൊണ്ടാണോ? എവിടെയും എപ്പോഴും ദേവയാനി ശർമ്മിഷ്ഠയേക്കാൾ കേമിയാണെന്ന് തെളിയിക്കാനായിരുന്നു അവളുടെ ശ്രമം. കുറെയൊക്കെ ഞാനാണ് ഇതിന് ഉത്തരവാദി. ശുക്രാചാര്യൻ തപസ്സിന് പോയപ്പോൾ അമ്മയില്ലാതെ വളർന്ന ദേവയാനിക്ക് ഒരു കുറവും വരുത്താതെ ഞാൻ കാത്തുപരിപാലിച്ചു. സഞ്ജീവനി ലഭിച്ചാൽ ദേവന്മാരെ തോൽപ്പിക്കാമല്ലോ എന്ന് ഞാനും കരുതി. അതാണ് അവളെ ഇത്രയ്ക്ക് അഹങ്കാരിയാക്കിയത്. ഇത്രയും കാലം ഞാൻ അടക്കിപ്പിടിച്ചിരുന്നത് മുഴുവൻ ചില പാഴ്വാക്കുകളായി പുറത്തു വന്ന കാരണം എനിക്കിപ്പോൾ ദേവയാനിയുടെ ദാസിയാകേണ്ടി വന്നു. എന്നാലും ദേവയാനിയെ കൊല്ലാൻ വേണ്ടി നീ അവളെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ലച്ചാ, ആ വസ്ത്രത്തിനു വേണ്ടിയുള്ള പിടിവലിയിൽ ദേവയാനി കാലുതെറ്റി വീണുപോയതാ. അവളെ രക്ഷപ്പെടുത്താൻ ഞാൻ നോക്കിയതാണ്, പക്ഷെ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ കൊട്ടാരത്തിലേക്ക് ഓടി വന്ന് അച്ഛനെ വിവരം അറിയിച്ചത്. എല്ലാം വിധിയാണ് മോളെ. ഞാൻ എന്തു പറഞ്ഞാണ് നിന്നെ സമാധാനിപ്പിക്കുക? യയാതി മഹാരാജാവിന്റെ പട്ടമഹർഷിയായി ഈ കൊട്ടാരത്തിലേക്ക് നിന്നെ അയക്കണം എന്നാഗ്രഹിച്ച ആളാണ് ഞാൻ. പക്ഷേ വെറും ഒരു ദാസിയായി എന്റെ മകളെ, അച്ഛാ, ഭാഗ്യഹീനനായ ഈ അച്ഛന്റെ പ്രവൃത്തികൾക്ക് എന്റെ മോൾ എന്നെ ശപിക്കരുത്. ഞാൻ അങ്ങയുടെ പുത്രനായിരുന്നെങ്കിൽ, ഒരു നീണ്ട യുദ്ധത്തിന് പുറപ്പെട്ടു പോയിരുന്നെങ്കിൽ അച്ഛൻ എന്ത് തോന്നുമായിരുന്നു? എനിക്ക് വലിയ അഭിമാനം തോന്നുമായിരുന്നു. എങ്കിൽ ഈ സമയത്തും അതേ അഭിമാനം ഉണ്ടാകണം. അച്ഛന്റെ ശർമ്മിഷ്ഠ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ യുദ്ധത്തിലാണ്. സ്വന്തം വിധിയോടാണ് യുദ്ധം. അങ്ങയുടെ വംശത്തിന് കളങ്കമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ശർമ്മിഷ്ഠ ചെയ്യില്ല. ശർമ്മിഷ്ഠേ, നിൽക്കൂ. എന്താണ് ഇത്ര തിടുക്കം? അയ്യോ, അങ്ങനെയൊന്നുമില്ല. മഹാരാജാവുമായിട്ട് അധികം സമ്പർക്കം പാടില്ല എന്ന് മഹാറാണി കൽപ്പിച്ചിട്ടുണ്ട്. ആര്? എന്റെ അമ്മയോ? അല്ല, ദേവയാനി. അവൾ ഒരു അഹങ്കാരിയും മുൻകോപിയുമാണ്. അസുരഗുരുവിന്റെ മകളല്ലേ, തനി സ്വഭാവം കാണാതിരിക്കില്ലല്ലോ. ഞാനും ഒരു അസുരരാജാവിന്റെ മകളാ. ഓരോ സ്ത്രീകളും സുന്ദരമായ പൂക്കൾ പോലെയാണ്. ചിലതിന് അഴകേറും, മറ്റു ചിലതിന് മണമേറും. ഇത് രണ്ടുമേറിയാലോ ശർമ്മിഷ്ഠയെ പോലെ സുന്ദരികളായ സ്ത്രീകളാവും. കുട്ടിക്കാലം മുതലേ ഞാൻ മഹാറാണിയുടെ സഖിയ. റാണിയുടെ സ്വഭാവം ക്രോധം കലർന്നതാണ്. മഹാറാണിയുടെ കോപശീലം കൊണ്ട് അങ്ങ് വിഷമിക്കരുത്. അപ്പോൾ അന്തഃപുരത്തിന് പുറത്ത് ഇരുട്ടിൽ നിന്നും വെറ്റിലത്താമ്പൂലമായി നിൽക്കുന്ന ദാസി ശർമ്മിഷ്ഠയാണല്ലേ? അതെങ്ങനെ മനസ്സിലായി? അല്ലാതെ അന്തഃപുരത്തിനകത്ത് നടക്കുന്ന വഴക്കും ബഹളവും എങ്ങനെ ശർമ്മിഷ്ഠയ്ക്ക് മനസ്സിലായി? അതുകൊണ്ടാണല്ലോ ഈ ഉപദേശം. ദാസിമാർ ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലെന്നറിയാം. എങ്കിലും അതിന് ശർമ്മിഷ്ഠ ദേവയാനിക്കല്ലേ ദാസിയായിട്ടുള്ളൂ. അതവൾ ഇടയ്ക്കിടെ വിളിച്ചു പറയുന്നുമുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും നീ ഒരു രാജകുമാരിയാണ്. എല്ലാ കവികളും പറയുന്നത് കലഹിച്ചില്ലെങ്കിൽ പ്രേമത്തിന് മാധുര്യം കുറയുമെന്നാണ്. ജീവിതം എപ്പോഴും അപൂർണമാണ്. ആ അപൂർണതയിലാണ് അതിൻ്റെ ആകർഷണം.
ഇങ്ങനെ പ്രേമിക്കാൻ നിന്നെ ആരാണ് പഠിപ്പിച്ചത് ശർമ്മിഷ്ഠെ? എല്ലാ കാര്യങ്ങൾക്കും ഗുരു ആവശ്യമാണോ? ഒരു ഗുരുവിൽ നിന്നല്ലാതെ ആർക്കാണ് വിദ്യകൾ ലഭിച്ചിട്ടുള്ളത്? ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യയാണ് പ്രേമം, സഞ്ജീവിനേക്കാൾ ശ്രേഷ്ഠം. എന്റെ ഗുരു ആരെന്നറിയാൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ പറയാം. കേൾക്കട്ടെ. ഖജനാണ് എന്റെ ഗുരു. ഖജനോ? ഖജനൊരു മഹർഷിയല്ലേ? പ്രേമമെന്ന് കേട്ടാൽ 3 തവണ കുളിക്കുന്ന ആളായിരുന്നല്ലോ. ഞാൻ പോകുന്നു. മഹാറാണി എന്നെ കാണാതായാൽ കോപിക്കും. അങ്ങ് കുഞ്ഞിനെ കാണാൻ അന്തപുരത്തിലേക്ക് വരുന്നില്ലേ? ഞാൻ ശുക്രാചാര്യനെ കാത്തിരിക്കുകയാണ്. തപസ്സിന് പോകുന്നതിന് മുമ്പ് മകളെയും കുഞ്ഞിനെയും കാണാൻ വന്നിട്ടുണ്ട്. ദേവയാനി ഖജനെയും ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഖജൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ? പക്ഷേ എന്നെ ഈ വേഷത്തിൽ കണ്ടാൽ... ഖജനെ കുറിച്ച് പറയുമ്പോൾ പെണ്ണുങ്ങൾക്കെല്ലാം 100 നാവാണല്ലോ. അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതെന്താ? എന്നെ ഇനി സ്ഥിരമായി അശോകവനത്തിലെ ആശ്രമത്തിലേക്ക് പറഞ്ഞുവിടാൻ മഹാറാണി തീരുമാനിച്ചിരിക്കുകയാണ്. കൊട്ടാരത്തിൽ ജനിച്ചു വളർന്ന നിനക്ക് വനാന്തരമൊരു ഏകാന്തതയാവില്ലേ? അശോകവനത്തിൽ വരുന്ന സന്യാസിമാരെ ശുശ്രൂഷിക്കലാണ് ഇനി എന്റെ പണി. പക്ഷേ എന്താ പ്രശ്നം? മഹാറാണി ഈയിടെ ജ്യോതിഷിയെ കൊണ്ട് കുഞ്ഞിന്റെ കൈകൾ നോക്കിച്ചു. രാജയോഗമൊന്നും യദുവിന്റെ കൈരേഖകളിൽ കണ്ടില്ല. എന്നെ അപമാനിക്കാനാവണം അടുത്തു നിന്ന എന്റെ കൈകളും നോക്കിച്ചു. ആഹാ, എന്നിട്ട് ജ്യോതിഷി എന്തു പറഞ്ഞു? ഞാൻ ഒരുപാട് കഷ്ടപ്പെടും, എന്നാൽ എനിക്കുണ്ടാകുന്ന കുഞ്ഞ് ഒരു ചക്രവർത്തിയാകുമെന്നും പറഞ്ഞു. വെറുതെ അല്ല ദേവയാനി നിന്നെ അശോകവനത്തിലേക്ക് വിടുന്നത്. കൊട്ടാരത്തിൽ വരുന്ന ഒരു ക്ഷത്രിയനുമായിട്ടും നിനക്ക് സമ്പർക്കമുണ്ടാകാൻ പാടില്ലല്ലോ. ഞാൻ പോണു. കഷ്ടം. അങ്ങ് തപസ്സിന് പോകാൻ തന്നെ തീരുമാനിച്ചോ? ഇത് ശക്തിയുടെ ലോകമാണ്. ഞാൻ സഞ്ജീവിനി എന്ന അപൂർവ ശക്തി നേടുകയും ചെയ്തു. എന്നാൽ എന്റെ ദുർഭാഗ്യം, അല്ല മദ്യപാനാസക്തി കാരണം ആ ശക്തി എനിക്ക് നഷ്ടമായി. ദേവയാനി അങ്ങയോർത്ത് ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. അങ്ങ് തപസ് ചെയ്യുമ്പോൾ കൂടി നിൽക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നാണ് അവൾ പറയുന്നത്. എന്റെ മകൾ കൂടുതൽ ദുഃഖിക്കുന്നത് സ്വന്തം വിധിയോർത്താണ്. മഹാറാണിയായിട്ടും ഭർത്താവിൽ നിന്നും വേണ്ടത്ര സ്നേഹം കിട്ടാത്തതാണ് അവളുടെ വിഷമം. ഞങ്ങൾ തമ്മിൽ ചില സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങത്ര കാര്യമാക്കരുത്. എന്റെ മകൾ ദുഃഖിച്ചാൽ അത് എന്റെയും ദുഃഖമാണ്. മഹർഷിമാരുടെ കോപശാപങ്ങളെക്കുറിച്ച് മഹാരാജാവിന് പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ. ദേവയാനിക്ക് എപ്പോഴും എന്നെ സംശയമാണ്. വേണ്ട, അവളെല്ലാം എന്നോട് പറഞ്ഞു. ഞാനിപ്പോൾ പുറപ്പെടുകയാണ്. തപസ് കഴിഞ്ഞ് വരുമ്പോ എന്റെ മകളെ സന്തോഷത്തോടു കൂടിയേ മടക്കി തരാവൂ. മറ്റൊന്നുകൂടി, ശർമ്മിഷ്ഠ സുന്ദരിയായൊരു ദാസിയാണ്. നിങ്ങൾ യുവാവായ ഒരു രാജാവും. ദാസിയെ ദാസിയായി കാണുന്നതാണ് എപ്പോഴും ഉചിതം. ദേവയാനിയുടെ കണ്ണ് എല്ലായിടത്തും എപ്പോഴും എത്തിയെന്ന് വരില്ല. മഹർഷി പോയോ? കുടിക്കാനൊന്നും കൊടുത്തില്ലല്ലോ. കടിക്കാൻ നിൽക്കുന്ന കടുവയ്ക്ക് കുടിക്കാൻ കൊടുത്തിട്ട് എന്താ കാര്യം? മഹാരാജാവിനെ ഒന്ന് മുഖം കാണിക്കാൻ അടിയന് അനുവാദമുണ്ടോ ആവോ? ഖജനോ? എത്ര കാലായി താങ്കളെ കണ്ടിട്ട്? ഞാനൊരു നീണ്ട യാത്രയിലായിരുന്നു. രാജകുമാരി, നിങ്ങളിവിടെ ഈ വേഷത്തിൽ? ഞാനിപ്പോൾ രാജകുമാരിയല്ല, ദാസിയാണ്. ഹസ്തിനപുരിയിലെ മഹാറാണിയുടെ ദാസി. ദാസിയോ? ദേവയാനിയുടെ ദാസിയോ? എല്ലാം വലിയ കഥകളാണ്. പറഞ്ഞു തീർക്കാൻ ദിവസങ്ങൾ വേണ്ടിവരും. ശർമ്മിഷ്ഠേ, നിങ്ങളുടെ ശരീരമെന്ന് ദാസ്യവേലകൾ ചെയ്യാൻ വിധിക്കപ്പെട്ടിരിക്കാം. പക്ഷേ നിങ്ങളുടെ ആത്മാവ് ആരുടെയും ദാസിയല്ല. ഒരു കാലത്ത് ഞാൻ രാജകുമാരിയായിരുന്നു. എന്നാൽ ഇന്നോ ഞാൻ ആരുടെയും മകളല്ല, ഭാര്യയല്ല, അമ്മയല്ല, ഈ ലോകത്ത് ആരുമല്ല. ഞാൻ നിന്നെ ദേവയാനിയുടെ ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടാലോ? ദേവയാനിയുടെ കോപം താങ്കളും ഒരിക്കൽ അറിഞ്ഞതല്ലേ? കോപം വരാത്തവരായി ഈ ലോകത്ത് ആരുണ്ട്? പക്ഷേ വികാരങ്ങളോടൊപ്പം ഒഴുകിപ്പോകുന്നത് വലിപ്പത്തിന്റെ ലക്ഷണമല്ല. ഭാഗ്യഹീനയായ ഞാൻ എന്തു പറയാനാ? ഭാഗ്യത്തിന്റെ ഗതി അത്യന്തം വിചിത്രമാണ്. ക്ഷണനേരം കൊണ്ട് ആകാശത്തിലെ ഉൽക്കയെ ഭൂമിയിലെ കല്ലാക്കി മാറ്റാൻ അതിന് കഴിയും. ആരെപ്പോൾ ദാസിയാകുമെന്നോ ദാസി എപ്പോൾ റാണിയാകുമെന്നോ ആർക്കും പറയാൻ കഴിയില്ല. ഇനി എന്നാണ് അങ്ങേ വീണ്ടും കാണാൻ കഴിയുക? ആർക്കറിയാം? വിധി അത് മഹാ തന്നിഷ്ടക്കാരനാണ്. ഒരുപക്ഷെ നാളെ തന്നെ വിധി എന്നെ ഇവിടെ കൊണ്ടുവരാം. അതല്ലെങ്കിൽ 10-20 വർഷത്തേക്ക് ഞാൻ ഇങ്ങോട്ട് വന്നില്ലെന്നും വരാം. ശുക്രാചാര്യനെ പോലെ അങ്ങും തപസ് ചെയ്യാൻ പോവാണോ? ലോകശാന്തിക്കുള്ള എന്തെങ്കിലും വരം നേടിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ തപസ്സിന് പോകുന്നത്. അതുകൊണ്ടാണ് 10-20 വർഷം കഴിഞ്ഞേ കാണൂ എന്ന് ഞാൻ പറഞ്ഞത്.
പേടിക്കണ്ട, എന്റെ കൂട്ടത്തിൽ മനസ്സിന് അത്ര സ്ഥിരതയില്ലാത്ത ഒരു സന്യാസി കൂടിയുണ്ട്. വഴിയിൽ അലയുന്നത് കണ്ടപ്പോൾ കൂടെ കൂട്ടിയതാ. അദ്ദേഹം ഇതുവരെ ശാന്തനായിരുന്നു. ഇപ്പോഴെന്തെങ്കിലും കോലാഹലങ്ങൾ കാട്ടിക്കാണും. ഏയ്, നിങ്ങളുടെ ഈ ദാസിയെ എനിക്ക് തരുമോ? മഹർഷി, മിണ്ടാതിരിക്കൂ. അരുതാത്തൊന്നും പറയരുത്. ഇല്ല, ഇവളൊരു ദാസിയാവേണ്ടവളല്ല. ഇവളെ ഞാനൊരു റാണിയാക്കും. അയ്യോ, ഇതാരാ? മാറി നിൽക്ക്. മഹർഷി, അരുത്. മാറി നിൽക്ക്. അരുത് മഹർഷി, മാറി നിൽക്ക്. വേണ്ട, അയാളെ വിട്ടേക്ക്. ഈ സിംഹാസനത്തിന്റെ യഥാർത്ഥ അവകാശിയാണത്. ഇത് എന്റെ ജ്യേഷ്ഠൻ യതിയാണ്. ജ്യേഷ്ഠ, നഹുഷന്റെ പുത്രന്മാർക്ക് ഒരിക്കലും സുഖം ലഭിക്കില്ല. നഹുഷന്റെ പുത്രന്മാർക്ക് ഒരു കാലത്തും സുഖം ലഭിക്കില്ല. നഹുഷന്റെ പുത്രന്മാർക്ക് ഒരിക്കലും സുഖം ലഭിക്കില്ല. നഹുഷന്റെ പുത്രന്മാർക്ക് ഒരു കാലത്തും സുഖം ലഭിക്കില്ല. മഹാറാണി, എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? ആദ്യം നീ തലയുയർത്തി നോക്ക്. ഒരു ചോദ്യം, ഒരു ഉത്തരം. നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണ്? നിന്റെ മാതാപിതാക്കളെ പിടിച്ച് സത്യം ചെയ്തിട്ട് ഉത്തരം പറയണം. ഞാൻ ഇതിനു മുമ്പും ഉത്തരം പറഞ്ഞതാണ്. നിന്റെ നുണക്കഥയല്ല എനിക്ക് വേണ്ടത്. സത്യം, യഥാർത്ഥ സത്യം. നുണയല്ല, ഒരു ഋഷിയുടെ അനുഗ്രഹത്താൽ. മണ്ണങ്കട്ട, ഞാൻ ഇതിനെ വ്യഭിചാരമെന്നേ വിളിക്കൂ. ഞാൻ വ്യഭിചാരിണിയല്ല. ഒരു മഹാനായ ഋഷിയുടെ അനുഗ്രഹത്താലാണ് ഞാൻ ഗർഭിണിയായതും എന്റെ മകനെ പ്രസവിച്ചതും. ആരാണ് ആ ഋഷി? അയാളുടെ പേര്, ഗോത്രം, കുലം? എന്താ ഒന്നും മിണ്ടാത്തത്? നാവടഞ്ഞു പോയോ? ഒരു ഋഷിയാണെന്ന് മാത്രം എനിക്കറിയാം. ഏത് ഋഷിയാണ് നിന്നെ ഇങ്ങനെ അനുഗ്രഹിച്ചത് എന്ന് എനിക്കറിയണം. ഖജനാണോ? അല്ല, അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നത് തന്നെ പാപമാണ്. ശർമ്മിഷ്ഠേ, നീ എന്റെ ദാസിയാണെന്ന കാര്യം മറന്നിട്ടില്ലല്ലോ. ദാസിമാരുടെ പല തെറ്റുകളും ഞാൻ ക്ഷമിക്കാറുണ്ട്, ഇനിയും ക്ഷമിക്കും. പക്ഷേ ഒരു ദാസിയുടെ വ്യഭിചാരം. ഞാൻ വ്യഭിചാരിണിയല്ലെന്ന് പല തവണ പറഞ്ഞു. അത് കൊള്ളാം. ഭർത്താവില്ലാതെ ഒരുത്തി പ്രസവിച്ചാൽ അവളെ പിന്നെ എന്ത് വിളിക്കണം? മറ്റുള്ളവർക്ക് അദ്ദേഹത്തിന്റെ പേരറിഞ്ഞിട്ട് എന്ത് കാര്യം? ആരുടെയെങ്കിലും അനുഗ്രഹം കൊണ്ട് കുട്ടികളുണ്ടാകും എന്ന കള്ളക്കഥയൊന്നും ഞാൻ വിശ്വസിക്കില്ല. ശുക്രാചാര്യൻ സഞ്ജീവനി മന്ത്രം കൊണ്ട് മരിച്ചവരെ ജീവിപ്പിച്ചെന്ന് പറഞ്ഞതും കള്ളക്കഥയാണോ? അഹങ്കാരി, വായി തോന്നുന്നതെന്തും പറയാമെന്നായോ? 3 ലോകങ്ങളിലും പ്രശസ്തനായ എന്റെ അച്ഛനെവിടെ? നിന്നെപ്പോലൊരു ദാസയുടെ കുഞ്ഞിന്റെ അച്ഛനാവാൻ നടക്കുന്ന കപട സന്യാസി എവിടെ? എനിക്കവന്റെ പേരറിയണം. ഞാൻ പറയില്ല. ഞാൻ മഹാറാണിയാണ്. എന്നെ ധിക്കരിച്ചാൽ അതിന് തക്ക ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നാളത്തെ ദർബാറിൽ ഞാൻ നിന്നെ വ്യഭിചാരക്കുറ്റത്തിന് വിസ്തരിക്കും. ആളുകൾക്ക് നിന്റെ വാക്കുകൾ ബോധ്യമായില്ലെങ്കിൽ തല മൊട്ടയടിച്ച് മഞ്ഞൾ പുരട്ടി കഴുതപ്പുറത്തിരുത്തി നാട് മുഴുവൻ നടത്തിക്കും. എവിടെ പോകുന്നു? ഇതിലെ താഴെ ഇറങ്ങിപ്പോ. അവിടെ ഒരു നിലവറയുണ്ട്. നല്ല ഏകാന്തതയാണ് അവിടെ. നിന്റെ കാമുകന്റെ പേര് വെളിപ്പെടുത്താമോ ഇല്ലയോ എന്ന് ഇന്ന് രാത്രി കൊണ്ട് നീ തീരുമാനിക്കണം. എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യരുതേ. എന്റെ മകനെ ഓർത്തിട്ടെങ്കിലും എന്നെ വെറുതെ വിടണം. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കൊള്ളാം. സത്യം പറ, നിന്റെ മകന്റെ കയ്യിലെങ്ങനെ ഭാവിയിലെ ചക്രവർത്തിയുടെ രേഖകൾ വന്നു? അതൊരു പക്ഷെ ആ ജ്യോതിഷിക്ക് തെറ്റുപറ്റിയതാവും. അതല്ലെങ്കിൽ ആ ഋഷിയുടെ അനുഗ്രഹം കൊണ്ട്. എങ്കിൽ ആ ഋഷിയുടെ അനുഗ്രഹം കൊണ്ട് ഈ നിലവറയിൽ നിന്ന് രക്ഷപ്പെടാമോ എന്ന് നോക്ക്.
ദേവയാനി മഹാറാണി ഹസ്തിനപുരിയിലെ മഹാരാജാവായ യയതിയുടെ പട്ടമഹർഷി സുഖം തന്നെയല്ലേ? നിങ്ങളുടെ സാമീപ്യം തന്നെ എന്നിൽ അരിശമുണ്ടാക്കുന്നു. പിന്നെയല്ലേ ഈ ജൽപ്പനങ്ങൾ? കിണറ്റിൽ നിന്നും കരയ്ക്ക് കയറ്റാൻ ഒരാളുടെ കൈക്ക് പിടിക്കുന്നത് മനസ്സിലാക്കാം, പക്ഷേ ജീവിതത്തിൽ കൈപിടിച്ച് നടക്കാനാ ബുദ്ധിമുട്ട്. വലിയ ആഘോഷത്തോടെയാണല്ലോ ഇന്നത്തെ വരവ്. എന്റെ അച്ഛൻ നഹുഷ മഹാരാജാവ് ഒരിക്കൽ ദേവേന്ദ്രനെ തോൽപ്പിച്ചതാണ്. ഞാൻ ഇന്ന് വീണ്ടും ഇന്ദ്രനെ തോൽപ്പിക്കാൻ പോവുകയാണ്. ഭ്രാന്ത് പറയാതെ മാറി നിൽക്ക്. ഇത് ഭ്രാന്തല്ല, സത്യം. നിന്റെ അച്ഛനാണ് സത്യം. ദേവേന്ദ്രനോട് ഞാൻ ഇന്ന് ചോദിക്കും, ദേവന്മാരുടെ സ്വർഗത്തിൽ എന്റെ ദേവയാനെ പോലൊരു അപ്സരസുണ്ടോ എന്ന്. അതോടെ ദേവേന്ദ്രൻ തോറ്റു തുന്നം പാടും. ദേവയാനി, നിനക്ക് എന്തു പറ്റി? നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും? എന്നോട് ആരൊന്നും പറഞ്ഞില്ല. ആരെങ്കിലും നിന്നെ അപമാനിച്ചോ? ഉവ്, അപമാനിച്ചു. ആര്? അങ്ങ് തന്നെ. ഞാനോ? എപ്പോ? അതിന്റെ അർത്ഥം എനിക്ക് അർത്ഥമല്ല, അനർത്ഥം. ഇതിൽ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? ഇന്നൊരു മംഗള ദിവസമാണ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ ഒരു മുഹൂർത്തം. അതെന്താണാവോ ആ മുഹൂർത്തം? ഓ, ഞാനതങ്ങ് മറന്നുപോയി. ഇന്ന് കൊട്ടാരത്തിൽ മഹാറാണിയുടെ നൃത്തപ്രകടനമുണ്ടല്ലേ? ഈ ദിവസം തന്നെ എന്റെ അടുത്തേക്ക് മദ്യപിച്ചു കൊണ്ടുവരാൻ എങ്ങനെ തോന്നി? മദ്യമോ? ഏയ്, ഞാനൊരു വിരുന്നിന് ചെന്നപ്പോൾ അവരെനിക്കൊരു പാനീയം തന്നു. എന്താണ് അതിന്റെ പേര്? ആ, മാധ്വി. അതെ, മാധ്വി. ഒരു രസത്തിന് ഞാനൊരൽപ്പം കുടിച്ചു. എല്ലാ മദ്യങ്ങളുടെയും പേരുകൾ എനിക്കറിയാം. ഒരു കാലത്ത് എന്റെ അച്ഛനും മദ്യത്തിന് അടിമയായിരുന്നു. ഈ മദ്യം കാരണമാണ് അച്ഛന് സഞ്ജീവനി നഷ്ടമായത്. അന്നു മുതൽ ബ്രാഹ്മണൻ മദ്യം കഴിച്ചാൽ അവന്റെ തൊണ്ടയിൽ ഈയമുരുക്കി ഒഴിക്കണമെന്ന് അച്ഛൻ നിയമമുണ്ടാക്കി. ഞാൻ ബ്രാഹ്മണനല്ലാത്തത് എന്റെ ഭാഗ്യം. അങ്ങ് ബ്രാഹ്മണനല്ലായിരിക്കാം, പക്ഷെ ഞാൻ ബ്രാഹ്മണ പുത്രിയാണ്, തപസ്വിയായ ശുക്രാചാര്യന്റെ മകൾ. എനിക്ക് മദ്യത്തിന്റെ ഗന്ധം ദൂരെ നിന്ന് പോലും സഹിക്കാനാവില്ല. നീ നിന്റെ അച്ഛന്റെ മകളാണെന്നത് പോലെ എന്റെ ഭാര്യയുമാണ്. ഞാൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയന് മദ്യം വിരോധമല്ല. പക്ഷേ എന്റെ അച്ഛൻ മദ്യപാനം ഉപേക്ഷിച്ചു. അതുപോലെ അദ്ദേഹവും മദ്യവിരോധിയാണ്. അദ്ദേഹമോ? ഏത് അദ്ദേഹം? എന്താണെന്നും മിണ്ടാത്തത്? അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആരാണ്? അദ്ദേഹത്തിന്റെ പേര് പറയാൻ എനിക്ക് ഭയമൊന്നുമില്ല. ഖജന് മദ്യപാനം ഇഷ്ടമായിരുന്നില്ല. ഇത് ഹസ്തിനപുരിയിലെ രാജകൊട്ടാരമാണ്. ശുക്രാചാര്യന്റെ ആശ്രമമോ ഖജന്റെ പർണകുടീരമോ അല്ല. മദ്യം ഇഷ്ടമല്ലാത്തവർ അത് തൊടേണ്ട. പക്ഷേ മറ്റൊരാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഞാൻ ഹസ്തിനപുരിയിലെ രാജാവാണ്, യയാതി. ഇവിടെ ഖജനുമില്ല, ശുക്രാചാര്യനുമില്ല. അവർക്കൊന്നും ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടാൻ അവകാശമില്ല. നീ എന്റെ ഭാര്യയാണ്, എന്റെ സുഖമാണ് നീ. എന്ന സ്വന്തം സുഖം നോക്കിയിരുന്നോളൂ. പക്ഷേ വെറുതെയല്ല നഹുഷന്റെ പുത്രന്മാർക്ക് ഒരിക്കലും സുഖം ലഭിക്കില്ലെന്ന് പറയുന്നത്. ആരെവിടെ? ഓ, മന്ദാരണോ? ഞാനാണ് അങ്ങേക്ക് മദ്യം തരുന്നതെന്ന് മഹാറാണി എങ്ങാനും അറിഞ്ഞ എന്നെ പിന്നെ വെച്ചേക്കില്ല. മനസമാധാനത്തിന് എന്തെങ്കിലും മാർഗം ഉപദേശിക്കൂ മന്ദാര. മഹാരാജാവേ, ഇത് മനുഷ്യലോകമാണ്. മനുഷ്യ ജീവിതം ദുഃഖ നിബിഡമാണ്. ഈ ദുഃഖങ്ങൾ മറക്കാൻ 2 ദിവ്യൌഷധങ്ങളെ ഈ ലോകത്തുള്ളു. അതെന്താടോ? വേറെന്താ, മദ്യവും മദിരാക്ഷിയും. ഇതെല്ലാം പാപമല്ലേ? പുണ്യപാപങ്ങൾ. ധൂർത്തരായ പണ്ഡിതന്മാരും മഠയരായ മനുഷ്യരും ചേർന്നുണ്ടാക്കിയ വെറും സങ്കല്പങ്ങളാണ് ഇതെല്ലാം. ഈ ലോകത്ത് സുഖവും ദുഃഖവുമാണ് സത്യം, ബാക്കിയെല്ലാം വെറും മായയാണ്. നിന്നെ പോലെയുള്ള സേവകന്മാർക്ക് എങ്ങനെ ഇത്രയും പാണ്ഡിത്യത്തിൽ സംസാരിക്കാൻ കഴിയുന്നു എന്നാണ് എനിക്ക് അത്ഭുതം. മഹാരാജാവായ അങ്ങയുടെ സേവകൻ മാത്രമാണ് ഞാൻ. ഞാൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരു രാജാവായിരിക്കാൻ എനിക്കെന്ത് യോഗ്യത എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. മഹാരാജാവായ നഹുഷിന്റെ പുത്രനായി ജനിച്ചു. അച്ഛന്റെ കാലശേഷം നേരെ രാജസിംഹാസനത്തിലിരുന്നു. ഇതിലെന്ത് മഹത്വം! രാജകൊട്ടാരത്തിന്റെ മുകളിലിരിക്കുന്ന കാക്കയെ പോലും ആളുകൾ കൗതുകത്തോടെ നോക്കാറുണ്ട്. ആവശ്യമില്ലാത്ത ചിന്തകളാണ് അങ്ങേ ദുഃഖിതനാക്കുന്നത്. ചിന്തകളല്ല, പ്രവൃത്തിയുടെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. ദേവേന്ദ്രനെ യുദ്ധത്തിൽ തോൽപ്പിച്ച എന്റെ അച്ഛൻ ഇന്ദ്രാണിയെ മോഹിച്ചപ്പോൾ കിട്ടിയ ശാപമാണ് നഹുഷന്റെ പുത്രന്മാർക്ക് ഒരിക്കലും സുഖം ലഭിക്കില്ലെന്ന്. അതുകൊണ്ടാണോ
അങ്ങയുടെ സഹോദരൻ സന്യാസിയായത്? ജ്യേഷ്ഠൻ ശാപം പായെന്ന് സുഖങ്ങളിൽ നിന്നും ഓടി ഒളിച്ചതാണ്. ഒടുവിൽ ഭ്രാന്തനായി വനത്തിൽ അലയുന്നു. എന്റെ അറിവിൽ ഞങ്ങൾ പാവങ്ങളായ ദാസന്മാർക്ക് മാത്രമേ ദുഃഖമുള്ളൂ എന്നാണ്. ഇതിപ്പോ മഹാരാജാവ് തന്നെ ദുഃഖിതനാണെങ്കിൽ മറ്റുള്ളവർ എന്തു ചെയ്യും? മോഹങ്ങളും ദുഃഖങ്ങളും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. പക്ഷേ എന്നെ സ്നേഹിച്ചൊരു പെണ്ണും അവൾക്ക് ഞാൻ സമ്മാനിച്ചൊരു മകനും ഈ ഭൂമിയിൽ അനാഥരായി കഴിയുന്നുണ്ട്. അവർ എന്റേതാണെന്ന് പറയാനുള്ള ധൈര്യം ഈ മദ്യത്തിന് പോലും തരാൻ പറ്റുന്നില്ല. അങ്ങ് ആരെപ്പറ്റിയാ ഈ പറയുന്നത്? ഞാൻ പറയാം, എല്ലാം പറയാം. ദേവയാനി എന്നോട് കലഹിച്ചോട്ടെ, ശുക്രാചാര്യൻ എന്നെ ശപിച്ചോട്ടെ, കജൻ എന്നെ വെറുത്തോട്ടെ, പക്ഷെ ശർമ്മിഷ്ഠ... മഹാരാജാവേ, ഞാൻ പോണു. ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്. ശർമ്മിഷ്ഠയെ കാണാതായ വിവരം അങ്ങേക്കറിയാമോ? ശർമ്മിഷ്ഠയെ കാണാതായോ? വല്ല രാക്ഷസന്മാരും തട്ടിക്കൊണ്ടുപോയതാവും. അവൾ അശോകവനത്തിൽ നിന്നും ഒളിച്ചോടി. എങ്ങോട്ട് പോയി? ഒളിച്ചോടുന്നവർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാറുണ്ടോ? അതോ നീ എന്തെങ്കിലും കടുങ്കൈ ശർമ്മിഷ്ഠയോട് കാണിച്ചോ? ശർമ്മിഷ്ഠയോട് ഞാൻ എന്ത് കാണിച്ചാലും നിങ്ങൾക്കെന്താ? അവൾ എന്റെ ദാസിയാണ്. ശർമ്മിഷ്ഠ എവിടെ? എന്റെ ശർമ്മിഷ്ഠ എവിടെയെന്ന്? രാക്ഷസി, നീ അവളെ കൊന്നു കാണും. നിന്നെപ്പോലൊരു ദുഷ്ടയെ ഈ ലോകത്ത് കാണില്ല. നിങ്ങളുടെ ശർമ്മിഷ്ഠയോ? എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാകുന്നുണ്ട്. ശർമ്മിഷ്ഠ പറഞ്ഞ മഹർഷി നിങ്ങളായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചത് തെറ്റിയില്ല. അതേടി, നീയും നിന്റെ സ്വഭാവമാണ് എന്നെ മഹർഷിയുടെ വേഷം കെട്ടാൻ പ്രേരിപ്പിച്ചത്. നിങ്ങൾ ചതിയനാണ്, വഞ്ചകൻ, സ്വന്തം ഭാര്യയെ വഞ്ചിച്ചവൻ. നിന്നെ ഞാൻ... അടുത്തേക്ക് വരരുത്. ഞാൻ ശുക്രാചാര്യന്റെ മകളാണെന്നുള്ള കാര്യം മറക്കണ്ട. എന്റെ അച്ഛൻ നിങ്ങളെ ശപിച്ച് കല്ലോ മരമോ ആക്കി മാറ്റുന്നതിന് മുമ്പ് എവിടേക്കെങ്കിലും പൊക്കോളൂ. വേണ്ട, വേണ്ട, നീ എന്നെ ശപിക്കരുത്. ദേവയാനി, നീ എന്റെ ഭാര്യയാണ്. എന്തെങ്കിലും ഒരു ശാപം കിട്ടാതെ നിങ്ങളുടെ ബുദ്ധി നേരെയാവില്ല. ജീവിതം മുഴുവൻ ഒരു ശാപം പേറുന്നവനാണ് ഞാൻ. ഞാൻ ഇനി ഒന്നിനും നിന്റെ അടുക്കലേക്ക് വരില്ല. ഇനി ഒരിക്കലും നിങ്ങൾ എന്നെ സ്പർശിക്കില്ലെന്ന് ശപഥം ചെയ്യ്. എന്റെ അച്ഛന്റെ പേരിൽ സത്യം ചെയ്യ്. സത്യം, ഇത് സത്യം. ഇനി ഒരിക്കലും ദേവയാനി യയാതിയുടേതല്ല. ഇനി അടുത്തത് അവളാണ് ശർമ്മിഷ്ഠ. അവൾ എങ്ങനെയോ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. ഹസ്തിനപുരിയിലെ മഹാറാണിയാണ് പ്രഖ്യാപിക്കുന്നത്. ശർമ്മിഷ്ഠയെയും കുഞ്ഞിനെയും പിടിച്ചുകൊണ്ടുവരുന്നവർക്ക് തക്കതായ പാരിതോഷികം ലഭിക്കുന്നതായിരിക്കും. മോനെ സൂക്ഷിച്ച്. നമ്മളെ ഇപ്പോൾ ആരും കാണാതിരിക്കുന്നതാണ് നല്ലത്. അമ്മേ, ഇതാണോ അശോകവനം? ഞാൻ ജനിച്ചത് ഇവിടെയാണോ? നീ ഒച്ച വെച്ച് ആളെ കൂട്ടാതിരിക്കെ. ഇതാണ് അശോകവനം. നീ ജനിച്ചതും ഇവിടെയാണ്. വലിയച്ഛാ, അങ്ങ് ഈ സ്ഥലം ഓർക്കുന്നുണ്ടോ? പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്. കൊട്ടാരം വിട്ട് ഓടിപ്പോയതിൽ പിന്നെ എനിക്ക് മുഴുവൻ പ്രാന്തായില്ലേ. പലതും ഓർമ്മയില്ല. ഇത്രയും കാലം ഞാൻ ഇവനിൽ നിന്ന് എല്ലാം മറച്ചു വെച്ചു. ഇവന്റെ അച്ഛനായിരുന്നോ ഇവന്റെ കുലമേതെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ അമ്മ എന്നോട് സ്നേഹം കാണിച്ചു. 18 വയസ്സ് കഴിഞ്ഞാന്ന് ഞാൻ ആരായിരുന്നു വെളിപ്പെടുത്തിയില്ലേ? എല്ലാം നിന്റെ വലിയച്ഛന്റെ ദയ കൊണ്ടാണ്. നമ്മളെ ഇത്രയും കാലം സംരക്ഷിച്ചത് ഈ വലിയ മനുഷ്യന്റെ കൃപയാണ്. ശർമ്മിഷ്ഠേ, എൻ്റെ അച്ഛന് ലഭിച്ച ശാപത്തെക്കുറിച്ച് കേട്ടപ്പോൾ കുട്ടിയേറെ ഞാൻ ഭയന്നുപോയി. എല്ലാ സുഖങ്ങളും വെടിഞ്ഞ് കൊട്ടാരം വിട്ട് ഞാൻ ഓടിപ്പോയി. ഈശ്വരനെ അന്വേഷിച്ചിറങ്ങി ഒരു നിരീശ്വരവാദിയായി, പിന്നെ ഒരു ഭ്രാന്തനായി. കുറേ പേരെനിക്ക് ഭക്ഷിക്കാൻ തന്നു, കുറേ പേരെന്നെ കല്ലെറിഞ്ഞു. ഒടുവിൽ ഖജനാണ് എന്നെ നോക്കിയതും ചികിത്സിച്ചതും. വലിയച്ഛാ, ഖജനെക്കുറിച്ചും എൻ്റെ അച്ഛൻ യയാതി രാജാവിനെ കുറിച്ചും അമ്മ പറഞ്ഞു ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആരാണെന്ന് പുറത്ത് പറയരുതെന്ന് അമ്മ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട്. അത് സാരമില്ല. നിന്റെ അച്ഛനെ കാണുമ്പോൾ നീ ആരാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഞങ്ങളെ തിരിച്ചറിഞ്ഞാൽ ദേവയാനി എങ്ങനെ പ്രതികരിക്കും എന്നാണ് എന്റെ ഭയം. എന്നെ കൊല്ലാനുള്ള വിളംബരം ഇപ്പോഴും കാണും. മഹാറാണി അതെല്ലാം എപ്പോഴേ മറന്നു കാണും. പക്ഷെ യദു എന്റെ സഹോദരനാണ്. ജ്യേഷ്ഠനെ രക്ഷിക്കേണ്ട ചുമതല അനിയനായ എനിക്കുണ്ട്. മോനെ, നീ ചെറുപ്പമാണ്. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിപ്പോൾ പഠിക്കാനുള്ള സമയമല്ല. എന്റെ ജ്യേഷ്ഠന്റെ ജീവൻ രക്ഷപ്പെടുത്തലാണ് പ്രധാനം. വലിയച്ഛ, അമ്മയും കൂട്ടി സത്രത്തിലേക്ക് മടങ്ങിക്കോളൂ. ഞാൻ തിരിച്ചു വന്നതിന് ശേഷം കൊട്ടാരത്തിൽ പോയി അച്ഛനെയും മഹാറാണിയെയും കാണാം.
ശർമ്മിഷ്ഠേ, അവനെ തടയണ്ട. അവൻ തന്റെ ധർമ്മം ചെയ്യട്ടെ. കുറെ കാലം ദാസിയായി കഴിഞ്ഞ മണ്ണാണിത്. എന്റെ മകൻ പുരുവിനെ നൊന്തു പ്രസവിച്ചതും ഇവിടെയാണ്. ഒരു രാജകുമാരി ആയിരുന്നിട്ടും ജീവിതത്തിൽ ഒരുപാട് യാതനകൾ അനുഭവിച്ചില്ലേ? ദാസിയായി, അമ്മയായി. കജൻ ദേവയാനിക്ക് കൊടുത്ത ഒരു വസ്ത്രത്തിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. പിന്നെ യയാതി മഹാരാജാവിനോട് തോന്നിയ പ്രണയവും, പുരുവിന്റെ ജനനം, ദേവയാനിയുടെ തടവറ, എനിക്കിതൊന്നും ഓർക്കാൻ വയ്യ. യയാതി നിന്നെ തടവറിൽ നിന്ന് മോചിപ്പിച്ചെങ്കിലും കാട്ടിലൊറ്റയ്ക്ക്, അതും ഒരു കൈക്കുഞ്ഞുമായി, ഉപേക്ഷിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ അവരാരും നിങ്ങളെ തിരിഞ്ഞു നോക്കിയില്ലേ? അറിയില്ല. ദിവസങ്ങളോളം അലഞ്ഞു തിരിഞ്ഞ് വേദനയും വിശപ്പും ഭയവും സഹിക്കാതെ വന്നപ്പോഴാണ് ആ പാറയിൽ നിന്നും എടുത്തു ചാടി ആത്മഹത്യക്കൊരുങ്ങിയത്. പക്ഷേ അങ്ങനെ വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ. ഒരുപക്ഷെ എന്റെ പ്രാന്ത് മാറിയതിനു ശേഷം സുബോധത്തോടു കൂടി ഞാൻ ചെയ്ത ആദ്യത്തെ കാര്യം നിങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാവാം. വരൂ, ഇവിടെ ഇങ്ങനെ നിന്നാൽ ആരെങ്കിലും നമ്മളെ തിരിച്ചറിയും. നമുക്ക് സത്രത്തിലേക്ക് പോകാം. പതിനെട്ട് വർഷക്കാലം ഞാൻ സുഖത്തിന്റെ പിന്നാലെ പാഞ്ഞു. ആരും എന്നെ തടഞ്ഞില്ല. ആഗ്രഹിച്ചതൊക്കെ നേടി. പക്ഷേ സുഖം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. യതിയെപ്പോലെ ഞാനൊരു ഭ്രാന്തനാവുമോ എന്നാണ് എന്റെ ഭയം. ഇല്ല, യയാതി വിവേകിയാണ്, സുന്ദരനാണ്, ചെറുപ്പമാണ്. ഈ ചെറുപ്പമാണ് എന്റെ സമ്പാദ്യം. ഇനിയും ഒരുപാട് കാലം എനിക്കിങ്ങനെ ചെറുപ്പമായും ഉന്മത്തനായും ജീവിക്കണം. മന്ദാര, എവിടെ മധുചഷകം? എവിടെ നീ പറഞ്ഞ ദേവിമാർ? മഹാരാജാവേ, കൊട്ടാരത്തിൽ ഏതോ ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങളാണെന്ന് കേട്ടു. ഉത്സവമോ? മഹാറാണിക്ക് ആനന്ദിക്കാൻ മാത്രം എന്തുണ്ടായി? ഞാൻ ഇതുവരെയും മരിച്ചില്ലല്ലോ. അതോ യദുവിനെ പിടിച്ചുകൊണ്ടുപോയതിന്റെ സന്തോഷമോ? യുവരാജാവ് മോചിതനായി. ഓ, നന്നായി. എങ്ങനെ മോചിതനായി? വീരപരാക്രമിയായ ഏതോ ഒരു യുവാവ് സ്വന്തം ജീവൻ പണയപ്പെടുത്തി യുവരാജാവിനെ മോചിപ്പിച്ചു എന്നാണ് അറിഞ്ഞത്. അതേതായാലും നന്നായി. എനിക്ക് സ്വസ്ഥമായിരുന്നു മദ്യപിക്കാലോ. മഹാറാണിയുടെ പിതാവ് ശുക്രാചാര്യൻ തപസ് കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട് എന്ന് ആളുകൾ പറയുന്നുണ്ട്. ശുക്രാചാര്യൻ വന്നാൽ എന്താ? ഞാനിവിടെ വിട്ടു പോണോ? യുവരാജാവിന്റെ രാജാഭിഷേകം നടത്താൻ മഹാറാണി തീരുമാനിച്ചിരിക്കുകയാണ്. ദേവിയാനി എന്നോട് പ്രതികാരം ചെയ്യുന്നതാണ്. ഞാൻ സിംഹാസനം വിട്ടുകൊടുക്കില്ല. എനിക്കിനിയും രാജാവായി ജീവിക്കണം. മഹർഷി കജന്റെയും തപസ് തീർന്നെന്നാണ് കേട്ടത്. മഹാറാണി അദ്ദേഹത്തെയും ഉത്സവത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും തപസ്സുകൾ അവസാനിച്ച നിലയ്ക്ക് എന്റെ തപസ്സുകളും അവസാനിപ്പിക്കാറായി. അങ്ങ് എന്താണ് ഉദ്ദേശിച്ചത്? ആദ്യം നീ മദ്യം കൊണ്ടുവരും, പിന്നെ ഞാനെല്ലാം പറയാം. യയാതി, ഒരു മഹർഷി എന്ന നിലയ്ക്കല്ല ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഞാൻ നിന്റെ ശ്വശൂരനാണ്. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. മദ്യപാനം കാരണം നിന്റെ തലയ്ക്ക് വെളിവില്ലാതായി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മകളുടെ സുഖസമൃദ്ധമായ ജീവിതം ഒന്ന് കണ്ട് ആസ്വദിക്കാനാണ് ഞാൻ വന്നത്. പക്ഷേ ഞാൻ എത്ര ഭാഗ്യഹീനായി പോയി. അതിനിപ്പോ ഇവിടെ എന്താ സംഭവിച്ചേ? ഒന്നും ഉണ്ടായില്ല അല്ലേ? ഏറ്റവും വിലപിടിപ്പുള്ള ഒരു രത്നമാണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചത്. വെറും കല്ലാണെന്ന് വിചാരിച്ച് നീ അത് വലിച്ചെറിഞ്ഞു. ഞാൻ തെറ്റുകാരനാണ്. 100 തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ദേവയാനിക്കും പങ്കുണ്ട്. എന്നെ അപമാനിക്കുന്നത് കാണാനാണോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? അച്ഛാ, ദുശീലങ്ങൾക്ക് അടിമകളായ ആളുകൾ പിശാചിനേക്കാളും ഭയങ്കരന്മാരാണ്. അപ്പോൾ അഹങ്കാരികളോ? അച്ഛാ, യദുവിപ്പോൾ ആഘോഷപൂർവ്വം നഗരത്തിൽ പ്രവേശിച്ചു കാണും. മദ്യത്തിലും മദ്രാശിയിലും മുങ്ങി നശിക്കുന്ന ഒരാളിന്റെ അടുത്ത്. ദേവയാനി, നീ എന്റെ മകളാണ്, സമ്മതിച്ചു. അതേസമയം ഒരു വിഡ്ഢിയുമാണ്. എപ്പോൾ എങ്ങനെ പെരുമാറണമെന്ന് നിനക്കറിയില്ല. നിന്റെ അവിവേകം കാരണം എന്റെ സഞ്ജീവനി വിധി നഷ്ടമായി. അച്ഛൻ, ഞാനതിന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വന്നപ്പോ നീ ഭർത്താവിനെ പറ്റി പരാതി പറഞ്ഞോളൂ. ഇനി നീ പറയുന്നതൊന്നും ഞാൻ കേൾക്കില്ല. നീ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് ഇനി ഈ നിമിഷം ഒരു പരിഹാരമുണ്ടാക്കണം. അച്ഛാ, യദുവിനെ രാജാവാക്കുന്നതോടെ ഇദ്ദേഹത്തിന്റെ കണ്ണുക തുറക്കും. എനിക്കിനി കുടുംബജീവിതം വേണ്ട. ഞാനും അച്ഛനോടൊപ്പം വന്നാലോ? മഹർഷി എന്നോട് ക്ഷമിക്കണം. എല്ലാം എന്റെ യൗവനത്തിന്റെ തെറ്റാണ്. ഞാൻ മോഹങ്ങൾക്ക് അടിമപ്പെട്ടു. യൗവനത്തിന്റെ തെറ്റോ? അപ്പോ ഞാൻ എന്താ കിളവിയായിരുന്നോ? യയാതി ദേവയാനിയെ തിരസ്കരിച്ചിട്ട്
നിങ്ങൾ ശർമ്മിഷ്ഠയെ സ്വന്തമാക്കിയില്ലേ? ശരിയാണ്, ഞാൻ തെറ്റുകാരനാണ്. ശർമ്മിഷ്ഠയോടുള്ള പെരുമാറ്റത്തിൽ കരുതലുണ്ടാകണമെന്ന് ഞാൻ ആദ്യം തന്നെ താക്കീത് തന്നല്ലേ? സ്വാമി, യൗവനത്തിന്റെ ആവേശത്തിൽ ബോധമില്ലാതെ സംഭവിച്ചതാണ്. നിന്റെ ആവേശത്തിന്റെ ബോധമില്ലായ്മയ്ക്ക് ഒരു ശിക്ഷ കൂടിയേ തീരൂ. ശുക്രാചാര്യന്റെ വാക്കുകളാണ് നീ ലംഘിച്ചത്. നിന്നെ ഞാനിതാ ശപിക്കുന്നു. നിന്റെ യൗവനം നശിച്ചു പോകട്ടെ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പാപിയായ യയാതി പടുവൃത്തനായി പോകട്ടെ. സ്വാമി, എന്നോട് ദയ കാണിക്കൂ. എൻ്റെ മനസ്സിപ്പോഴും ചെറുപ്പമാണ്. എൻ്റെ പല ആഗ്രഹങ്ങളും ഇപ്പോഴും ബാക്കിയാണ്. ദേവയാനിയോടൊപ്പം ഒരു കുടുംബജീവിതം നയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ യൗവനം തിരിച്ചു തന്നാൽ ഞാനിനി ഒരു തെറ്റും ചെയ്യാതെ ദേവയാനി പറയുന്നതനുസരിച്ച് ജീവിച്ചോളാം. അച്ഛാ, എനിക്കൊരു വൃദ്ധന്റെ വേഷത്തിൽ അദ്ദേഹത്തെ കാണാനുള്ള കഴിവില്ല. അദ്ദേഹത്തിന് യൗവനം തിരികെ കൊടുക്കണം. അച്ഛന്റെ മകൾ ദേവിയാനിയാണ് അപേക്ഷിക്കുന്നത്. യോദ്ധാവിന്റെ അമ്പും താപസന്റെ ശാപവും തിരിച്ചെടുക്കാൻ പറ്റില്ല. നിങ്ങൾ എന്റെ ശാപം അനുഭവിച്ചേ മതിയാകൂ. എങ്കിലും എന്റെ മകളുടെ ഭർത്താവായതിനാൽ അവളോടൊപ്പം ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നതിനാലും ഞാൻ നിങ്ങൾക്ക് ശാപമോക്ഷം നൽകാം. മഹർഷി, എന്നെ ശാപത്തിൽ നിന്നും രക്ഷിക്കൂ. ഇല്ലെങ്കിൽ ഞാനിനി ഈ മുറിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വരില്ല. വൃദ്ധനായി ജീവിക്കുന്നതിലും ഭേദം ഇവിടെ കിടന്ന് മരിക്കുന്നതാണ്. എന്നെ മോചിപ്പിക്കൂ. നിങ്ങളുടെ രക്തബന്ധത്തിലെ ഏതെങ്കിലും യുവാവ് നിങ്ങളുടെ വാർദ്ധക്യം സ്വീകരിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് യൗവനവും അയാൾക്ക് വാർദ്ധക്യവും കിട്ടും. പക്ഷെ ഒന്നുണ്ട്, നിങ്ങളുടെ മരണശേഷമേ ആ യുവാവിന് യൗവനം തിരികെ കിട്ടും. എന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ യൗവനം തിരികെ തരുന്നു എന്ന് 3 പ്രാവശ്യം ഉരുവിട്ടാൽ നിങ്ങൾ മരിച്ചു വീഴും. ഇതെന്ത് ശാപമോഷം? ഇത് ശാപത്തേക്കാൾ ഭയങ്കരമായല്ലോ. തപസ് കഴിഞ്ഞ ഉടൻ നിന്നെ കാണാൻ ഓടി വന്നതാ. ഇവിടെ പക്ഷെ സർവത്ര കുഴപ്പം. കുട്ടിക്കാലം മുതലേ ഞാൻ നിന്നെ തലയിലേറ്റി ഒരുപാട് ലാളിച്ചു. പക്ഷെ അതിനു പകരം എനിക്ക് കിട്ടിയതോ അപമാനം മാത്രം. ഇനി നീയായി നിന്റെ ഭർത്താവായി. നിങ്ങൾക്ക് യുവത്വമുണ്ടായാലെന്താ, വാർദ്ധക്യമുണ്ടായാലെന്താ? എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ തിരികെ ഹിമാലയത്തിലേക്ക് പോകും. ദേവയാനി, എന്നെ ഈ നരകയാതനയിൽ നിന്നും രക്ഷിക്കൂ. നമ്മുടെ പുത്രനോട് പറഞ്ഞ് എന്റെ വാർദ്ധക്യം ഏറ്റെടുക്കാൻ പറയൂ. 2-3 വർഷത്തേക്ക് മതി. അത് കഴിഞ്ഞ് നീ അവനെ ചക്രവർത്തിയാക്കിക്കോ. നിങ്ങൾക്ക് ഭ്രാന്താണ്, യുവാവാകാനുള്ള ഭ്രാന്ത്. ഇത്രയും കാലം ജീവിതം തുലച്ചത് പോരെ? ദേവയാനി, നമ്മുടെ മകനോട് ഒന്ന് പറ. നീ പറഞ്ഞാൽ അവൻ അനുസരിക്കും. ദേവയാനി, നിങ്ങൾ നരച്ചു മൂത്ത് ഇവിടെ കഴിഞ്ഞോ? കൊട്ടാരത്തിൽ ഇനി നിങ്ങളെ ആവശ്യമില്ല. നിങ്ങൾ ആരാണ്? അമ്മേ, അമ്മയുടെ മകൻ ഇതുവിനെ രക്ഷിച്ച യോദ്ധാവാണ് ഞാൻ. മഹാരാജാവിന്റെ വാർദ്ധക്യം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ആരാ അത്? അച്ഛാ, ഞാൻ അങ്ങയുടെ മകനാണ്. മഹാരാജാവിന് ഒറ്റ മകനേ ഉള്ളൂ, എന്റെ മകൻ യദു. രാജാവകാശം അവനുള്ളതാണ്. എനിക്ക് രാജ്യമൊന്നും വേണ്ട. ഒരു പുത്രന്റെ ധർമ്മം പാലിക്കാൻ എന്നെ അനുവദിച്ചാൽ മതി. പുത്രനോ? ആരുടെ പുത്രൻ? നീ ശർമ്മിഷ്ഠയുടെ മകനാണോ? അതെ അമ്മേ, ഗുരുവാണ് ഞാൻ, ശർമ്മിഷ്ഠയുടെ മകൻ. ഇനി വൈകിക്കുന്നത് എന്തിനാ? നിന്റെ യൗവനം രാജാവിന് കൊടുക്ക്. പകരം വാർദ്ധക്യം ഏറ്റെടുക്ക്. അച്ഛാ, രാജകന്യയായിരുന്നിട്ടും സ്വന്തം വംശത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ദാസിയായി തീർന്ന അമ്മയുടെ മകനാണ് ഞാൻ. അച്ഛന്റെ വാർദ്ധക്യം എനിക്ക് തരൂ. പുറത്തേക്ക് വരൂ. ഇതെന്തൊരു ഭ്രാന്ത്! ശർമ്മിഷ്ഠേ, മഹാരാജാവേ, ഇവിടെ എന്താണ് ഉണ്ടായത്? എന്റെ മകൻ എന്തു പറ്റി? ശർമ്മിഷ്ഠേ, നീ വിഷമിക്കരുത്. എല്ലാം ശരിയാകും. ഞാൻ എന്റെ മകന് വേണ്ടിയാണ് ഇത്രയും കാലം ജീവിച്ചത്. ആരാണ് അവനെ ഇങ്ങനെ ഭയങ്കരമായി ശപിച്ചത്? ശുക്രാചാര്യനാണോ? അതോ ദേവയാനിക്ക് എന്നോടുള്ള പക ഇനിയും തീർന്നിട്ടില്ലേ? നീ സമാധാനമായിട്ടിരിക്കുക. അവൻ പഴയ പോലെ യുവാവാകും. അവനെ ശപിച്ചത് ശുക്രാചാര്യനല്ല. പിന്നെ ഏത് ദുഷ്ടനാണ് ഇത് ചെയ്തത്? ആ ദുഷ്ടന്റെ പേര് യയാതി എന്നാണ്. ഞാൻ മനുഷ്യത്വം മറന്നു. ശാപം കാരണം എനിക്ക് കിട്ടിയ വാർദ്ധക്യം ഞാൻ അവന് കൊടുത്തു.
ഒരു പിതാവും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ഞാൻ ചെയ്തത്. മഹാരാജാവേ, ഞാനൊരു അമ്മയാണ്, ഭാര്യയുമാണ്. എനിക്ക് രണ്ടുപേരും വേണം. വേറൊന്നും എനിക്കറിയില്ല. കടം വാങ്ങിയ ഈ യൗവനം ഞാനിതാ എൻ്റെ മകന് തിരികെ കൊടുക്കുന്നു. കടം വാങ്ങിയ ഈ യൗവനം ഞാനിതാ എൻ്റെ മകന് തിരികെ കൊടുക്കുന്നു. കടം വാങ്ങിയ ഈ യൗവനം ഞാനിതാ എൻ്റെ മകന് തിരികെ കൊടുക്കുന്നു. താങ്കൾ തക്ക സമയത്ത് തന്നെ എത്തിയല്ലേ? തപസ്സിൽ ലഭിച്ച പ്രത്യേക സിദ്ധിയുമായി ശുക്രാചാര്യൻ നേരെ ഹസ്തിനപുരയിലേക്ക് പുറപ്പെട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഞാനും ഇങ്ങോട്ട് വെച്ച് പിടിച്ചു. അദ്ദേഹത്തിന്റെ സിദ്ധിക്കൊരു മനുമറന്നായിരുന്നു ഞാൻ തപസ്സിലൂടെ നേടിയെടുത്തത്. അതുകൊണ്ടിപ്പോൾ ഒരു ഉപകാരമുണ്ടായി. ജ്യേഷ്ഠ, ഇനി അങ്ങ് എവിടെയും പോകരുത്. അതെന്താ? എനിക്ക് മതിയായി. ഈ രാജ്യം അങ്ങയുടേതാണ്. അങ്ങ് രാജാവാകണം. സിംഹാസനത്തിൽ ഇരിക്കുന്നതിനേക്കാൾ മാൻതോലിൽ ഇരിക്കുന്നതാണ് കൂടുതൽ ആനന്ദകരം. അനുഭവിച്ചാൽ അതറിയൂ. അമ്മേ, യദു എൻ്റെ ജ്യേഷ്ഠനാണ്. രാജാവാകാനുള്ള അർഹത യദുവിനാണ്. ഞാനെന്നും എൻ്റെ ജ്യേഷ്ഠൻ്റെ ആജ്ഞകളനുസരിച്ച് ജീവിച്ചോളാം. ത്യാഗിയും പരാക്രമിയുമായ നീ എന്നെ അമ്മേ എന്ന് വിളിച്ചല്ലോ, എനിക്കതു മതി. ശർമ്മിഷ്ഠേ, എന്റെ അഹങ്കാരം മാറ്റാൻ നിന്റെ മകൻ തന്നെ വേണ്ടി വന്നു. മോനെ പുരു, നീയാണ് രാജാവാകേണ്ടത്. പ്രജകൾ നിന്നെ രാജാവായി കാണാനാണ് ആഗ്രഹിക്കുന്നത്. യദുവിനും അക്കാര്യത്തിൽ വേറൊരു അഭിപ്രായമില്ല. എല്ലാം ശുഭമായ സ്ഥിതിക്ക് ഞാനിതാ പോവുകയായി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടോ? ഉണ്ട്. എനിക്ക് ഈ ലോകസുഖങ്ങൾ മടുത്തു. ഞാനിനി വാനപ്രസ്ഥം സ്വീകരിക്കുകയാണ്. എന്നെ അനുഗ്രഹിക്കണം. ഞാനും കൂടെ വരുന്നുണ്ട്. എന്നെയും കൂടെ കൊണ്ടുപോണം. ഞാൻ ഇനി കൊട്ടാരത്തിലേക്കില്ല. ശർമ്മിഷ്ഠേ, ദേവയാനി, എത്ര കാലമായി നിങ്ങളെയൊക്കെ കണ്ടിട്ട്. ഈ അച്ഛന് വലിയ സന്തോഷമായി. വീണ്ടും സ്നേഹത്തിൽ നിങ്ങളെ ഒരുമിച്ച് കാണാൻ സാധിച്ചല്ലോ. അച്ഛാ, ആ, ഇനി എനിക്ക് സന്തോഷമായി വരിക്കാം. ദേ, ഒരാൾ ഇങ്ങോട്ട് വരാൻ മടിച്ചു നിൽപ്പുണ്ട്. എന്നോട് ക്ഷമിക്കണം. പെട്ടെന്നുണ്ടാകുന്ന കോപത്തിൽ ഞാനിങ്ങനെ ശപിക്കാൻ തുടങ്ങിയ എന്താ ചെയ്യാ? എന്റെ കോപമാണ് എല്ലാത്തിനും കാരണം. ഇത് സത്യം. ഇനി ഞാൻ കോപിക്കുകയുമില്ല, ആരെയും ശപിക്കുകയുമില്ല. ആഹാ, എല്ലാവരും ഇങ്ങനെ സ്നേഹത്തിലായ സ്ഥിതിക്ക് കുറച്ച് മദ്യം സേവിച്ച് നമുക്കൊന്ന് ആഘോഷിച്ചാലോ? അത് ശരി, നീയാണല്ലേ മഹാരാജാവിനെ ഇത്ര വഷളാക്കിയത്. എന്റെ മകളുടെ ദാമ്പത്യം തകർത്ത നീയൊരു കല്ലായി മാറണം. മഹർഷേ, കോപമരുത്. നിമിഷങ്ങൾക്ക് മുൻപാണ് അങ്ങിനി കോപിക്കില്ലെന്ന് സത്യം ചെയ്തത്. ഇവനുള്ള ശിക്ഷ നമുക്ക് വേറെ കൊടുക്കാം. മനുഷ്യൻ ഒരല്പം സംയമനം പാലിച്ചാൽ ഈ ലോകം ശാന്തസുന്ദരമാകും. ഇവിടെ യുദ്ധമോ കെടുതിയോ ഉണ്ടാകില്ല.